സമരതീക്ഷ്ണമായ പോരാട്ട ജീവിതത്തിന് കേരള ജനത മനസ്സറിഞ്ഞ് വിപ്ലവാഭിവാദ്യങ്ങൾ നൽകി. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാൾ മുതൽ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട് വരെ നീണ്ട VSന്റെ വിലാപയാത്രയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തിരുന്നത് പതിനായിരങ്ങളാണ്. അപൂർവം രാഷ്ട്രീയ നേതാക്കൾക്കാണ് ജനം മഹാസമുദ്രം പോലെ ഒഴുകിയെത്തി വിട നൽകിയിട്ടുള്ളത്. അതികായരായ EMSനും നായനാർക്കും കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ശേഷം കണ്ണേ കരളെ എന്നേവരും വിളിച്ച VSനും കേരളം കൊടുത്തു അതേ യാത്രയയപ്പ്. പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിൽ VSനെയും വഹിച്ച വിലാപയാത്ര നീങ്ങുമ്പോൾ പാർട്ടിയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി രാത്രി 8-നെങ്കിലും ആലപ്പുഴയിലെത്തണം. കാലം വായിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച വിപ്ലവ സൂര്യന് മുന്നിൽ എന്ത് സമയം? ഉച്ചയെന്നോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കോരിച്ചൊരിഞ്ഞ മഴയും അവഗണിച്ച് ആബാലവൃദ്ധജനം അവരുടെ പ്രിയ നേതാവിനെ കാണാൻ തിങ്ങിക്കൂടി. നിശ്ചയിച്ച ഇടങ്ങളിൽ മാത്രം പൊതുദർശനമെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും VSനെ അവസാന നോക്ക് കാണാൻ കൊതിച്ചവർക്കെല്ലാം അത് സാധ്യമാക്കി കൊടുത്തു. പുന്നപ്പറ വയലാറിന്റെ സമര വാരിക്കുന്തം ഞങ്ങളുടെ എല്ലാം ആത്മവികാരമാണിത്. ചങ്കിൽ പതിഞ്ഞ ഞങ്ങളുടെ നേതാവാണ്. ഞങ്ങൾ ഇപ്പോഴും മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. VS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സഖാവാണ്. സകലതും ഞങ്ങൾക്ക് നേടിത്തന്ന ഞങ്ങളുടെ സഖാവാണ്. ഞങ്ങളുടെ സഹോദരനാണ് മരിച്ചിരിക്കുന്നത്. നാടിന്റെ അന്തിമോപചാരം ഏറ്റുവാങ്ങി 20 മണിക്കൂറിലേറെയെടുത്തു വിലാപയാത്രയ്ക്ക് വേലിക്കകത്ത് വീട്ടിലെത്താൻ. മീഡിയ 1 ആലപ്പുഴ. സൈഫുദ്ദീൻ വീണ്ടും ചേരുന്നുണ്ട്. സൈഫ്, ഇനി ജനഹൃദയങ്ങളിലാണ് VS എന്നുള്ളതാണ്. സൈഫിനെ സംബന്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നടത്തിയ യാത്ര VSനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വേലിക്കകത്ത് വീട്ടിലേക്കും അവിടെ നിന്ന് വലിയ ചുടുകാട്ടിലേക്കും എത്തുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന VSനെ കുറിച്ചുണ്ടായിരുന്ന ഒന്നുമേ അല്ല, അതിനേക്കാൾ ഇരട്ടിയിലധികമായി VSനെ കുറിച്ച് വാതോരാതെ പറയാനും ഓർക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് എത്തിയായിരിക്കും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതെന്നറിയാം. ആ അനുഭവം കൂടി ഒന്ന് പങ്കുവെക്കാമോ? VS അച്യുതാനന്ദനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഒരുപക്ഷെ VSന്റെ ആ ചിത കത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വൈകാരിക നിമിഷമുണ്ട്. ഇപ്പോ ഏതൊരു മനുഷ്യനും VS നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് അറിയുന്ന, VSനോട് സ്നേഹമുള്ള, VSനോട് ആരാധനയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന ഒരു ദുഃഖം ഉണ്ട്. ആ ചിത കത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ പണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ ചടങ്ങിൽ ഇരുന്ന പോലെ ആ കണ്ണ് ചുവന്നുകൊണ്ട് കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാര്യ വസുമതിയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മകൾ ആശയുണ്ടായിരുന്നു. VS അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെയുള്ള യാത്രയിൽ VS അച്യുതാനന്ദനെ കുറിച്ച് നമുക്കറിയാം. അച്യുതാനന്ദൻ എങ്ങനെയാണ് എന്ന് കൃത്യമായി നമുക്ക് അറിയാം. VSന്റെ പോരാട്ടങ്ങളെ കുറിച്ച് അറിയാം. ഈ 3 ദിവസം നടത്തിയ യാത്രയിൽ ഒരുപക്ഷെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഇപ്പോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അത് വ്യക്തിപരമായി പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ വ്യക്തിപരമായി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ജേർണലിസ്റ്റിക് കരിയറിൽ വലിയ വേദന ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടായി ചെയ്യേണ്ടി വരുന്നു എന്നതിനപ്പുറം വ്യക്തിപരമായി വലിയ വേദന ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇതാണ് എനിക്ക് VS അച്യുതാനന്ദന്റെ ഈ മരണ റിപ്പോർട്ടിങ്, അല്ലെങ്കിൽ VS അച്യുതാനന്ദന്റെ കൂടെയുള്ള ഈ വിലാപ യാത്ര. VS അച്യുതാനന്ദൻ അങ്ങനെ ഒരു വൈകാരിക സ്നേഹം ഉള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന അതേ വികാരം സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവും. അത് ജേർണലിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി അങ്ങനെ ഒരു സ്നേഹം കൂടിയുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഒരുപക്ഷെ വൈകാരികമാകും എന്ന് തോന്നുന്നു. VSനെ കുറിച്ച് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്. VS ഇപ്പോ രാവിലെ ഞാൻ DC ഓഫീസിന് മുന്നിൽ നിന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ സമയത്ത് അവർക്ക് തോന്നിയ ഒരു വൈകാരികത ഉണ്ട്. അത്
അത് തന്നെയാണ് നമുക്ക് ഈ 3 ദിവസവും കാണാൻ കഴിഞ്ഞത്. യെസ്, അതാണ് നമ്മൾ ഈ 3 ദിവസം അത് കണ്ടു സൈഫ്. വൈകാരികമായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള അതിവൈകാരിക നിമിഷങ്ങൾക്കപ്പുറത്തേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള എനർജിയിൽ നിന്നുള്ള മുദ്രാവാക്യം വിളികൾ ഉൾപ്പെടെ പലതരം മനുഷ്യർ, അത് പാർട്ടി എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് പലതരം മനുഷ്യർ പല ഭാഗത്തു നിന്ന്, നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഓടിയെത്തി VS അവസാനമായി കണ്ടത് നമ്മൾ കണ്ടതാണ്. ആ വൈകാരികതയിൽ നിന്നാണ്, അതിൽ നിന്നാണ് ഇപ്പോൾ ആ ചിത കത്തി എരിയുമ്പോൾ VS ബാക്കിയാക്കി വെച്ച് പോകുന്നത് അതുതന്നെയാണ്. അത്രയധികം അടുപ്പമുണ്ടായിരുന്നു കേരളത്തോട്, ഇവിടുത്തെ മനുഷ്യരോട് എന്നുള്ളതിൻ്റെ കൂടി ഉദാഹരണമാണ് ഈ 2 ദിവസം നമ്മൾ കണ്ടത്.